കോഴിക്കോട് ബീച്ചിൽ കഞ്ചാവ് ഉണക്കാനിട്ട് കിടന്നുറങ്ങിയ ആൾ പിടിയിൽ. കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. ബീച്ചിലെത്തിയവർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വെള്ളയിൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഇത് എന്താണ് സംഭവം? രാവിലെയാണ് സംഭവം ഉണ്ടായത്. കോഴിക്കോട് ബീച്ചിൽ ഫുഡ് സ്ട്രീറ്റിനൊക്കെ സമീപമായാണ് ഒരാൾ കഞ്ചാവ് സമീപത്ത് ഉണക്കാനിട്ട ശേഷം കിടന്നുറങ്ങുന്ന നിലയിൽ കണ്ടത്. ഈ ബീച്ചിൽ രാവിലെ വ്യായാമത്തിനും മറ്റുമായി എത്തുന്ന ആളുകളാണ് ഇത് ആദ്യം കണ്ടത്. പെട്ടെന്ന് ഇത് എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആളുകൾക്ക് കിട്ടിയില്ല. പക്ഷെ ഒരാൾ കിടന്നുറങ്ങുന്നു, സമീപത്ത് കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇട്ടിട്ടുമുണ്ടായിരുന്നു. പിന്നീട് കൂടുതൽ പരിശോധനയിലാണ് ഇത് കഞ്ചാവാണെന്ന കാര്യത്തിൽ ഒരു സംശയം നാട്ടുകാർക്ക് തോന്നിയത്. ഉടൻ തന്നെ വെള്ളയിൽ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ കഞ്ചാവാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ അവിടെ നിന്നും പിടികൂടി വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് റാഫി എന്നാണ് ഈ പ്രതിയുടെ പേര്. പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് പിടിയിലായ വ്യക്തിയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. ഏതായാലും ഇയാൾ സ്റ്റേഷനിലുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇവിടെ ഈ കഞ്ചാവ് ഉണക്കാനിട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ചും എത്രയും അധികം ആളുകൾ വരുന്ന സ്ഥലമാണ്, പൊതുമധ്യമാണ്. ഇവിടെയാണ് ഒരാൾ പരസ്യമായി കഞ്ചാവ് സമീപത്ത് ഉണക്കാനിട്ട നിലയിൽ വെക്കുകയും അവിടെ കിടന്നുറങ്ങുകയും ചെയ്തിട്ടുള്ളത്. എപ്പോഴാണ് ഇയാൾ ഇവിടെ വന്ന് കിടന്നുറങ്ങിയത് എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ഇക്കാര്യത്തിലൊക്കെ ഇനി പോലീസ് ചോദ്യം ചെയ്താൽ മാത്രമേ ഒരു കൃത്യത കിട്ടുകയുള്ളൂ. ഏതായാലും രാവിലെ വ്യായാമത്തിനെത്തിയ ആളുകളാണ് ഇത് കണ്ടത്. ഈ ബീച്ചിന്റെ പരിസരത്ത് ലഹരി ഉപയോഗം വളരെയധികം ശക്തമാണെന്ന ആരോപണം, അതോടൊപ്പം തന്നെ പരാതിയും ഒക്കെ തന്നെ വ്യാപകമായിരുന്നു. ഇതിനിടെയാണ് പരസ്യമായി ഒരാള് കഞ്ചാവ് സമീപത്ത് ഉണക്കാനിട്ട് ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടുള്ളത്. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.